ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നത്? വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയേ. ഞാൻ ആലോചിക്കാറുണ്ട്, ഈ നമ്മുടെ നാട്ടിലെ നമ്മളെ ചങ്ങായിമാർക്കെല്ലാം നമ്മൾ പ്രവാസികൾ എന്ന് പറഞ്ഞാൽ വെറും ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഇങ്ങനൊരു അവസ്ഥയായിട്ടും ഒരാൾ പോലും എന്തുണ്ടടാ സേഫാണെന്ന് ചോദിച്ചിട്ട് ഒരു വിളിപോട്ട് ഒരു മെസ്സേജ് പോലും അയച്ചില്ലല്ലോ. നാട്ടിൽ നിന്ന് ഓരോ ആൾക്കാർ ഓരോന്ന് വിളിച്ച് പറയുമ്പോൾ നമ്മളിതെല്ലാം കൊണ്ടു കൊടുക്കുന്നത് തിരിച്ചൊന്നും കിട്ടുന്ന വിചാരിച്ചിട്ടൊന്നുമല്ല. നമ്മൾ കാരണം അവര് സന്തോഷിക്കുന്ന കാണുമ്പോൾ അല്ലെ, അവരെ മുഖത്തൊരു ചിരി കാണുമ്പോൾ മിക്ക പ്രവാസികൾക്ക് ഇതൊക്കെ തന്നെ അവസ്ഥ. പോട്ട് വിടപ്പാ. നമുക്ക് അങ്ങോട്ടുള്ളതിൻ്റെ 10% പോലും അവിടുന്ന് ആയിരിക്കും ഇങ്ങോട്ടേക്കില്ല. നല്ല ചങ്ങായിമാർ എന്നെല്ലാം പറയുന്നത് വെറും ഈ റീൽസിലും സിനിമയിലും മാത്രമേ ഉള്ളൂ. ഒന്നുമില്ല. ബിജു എടാ ബിജു, ഹലോ ബിജു. ഇതെന്താണ് അവിടെ നടക്കുന്നത്? ഇല്ലടാ, പേടിക്കാനൊന്നുമില്ല. ഇതിങ്ങനെ നീണ്ടു പോകുമ്പോ ടെൻഷൻ എനിക്കാണ് കേട്ടാ. നമ്മള് സേഫാന്ന്. എന്ത് സേഫാന്ന്? സേഫാന്നടാ. ടെൻഷൻ അടിച്ചിട്ട് നിക്കാൻ കഴിയുന്നില്ല, അന്നേരം സേഫ്. ഓക്കെ. എന്റെ വീട്ടിൽ കൂടുതൽ ഡേറ്റ് എടുത്ത് വരെയാണ്. വീട്ടിൽ കൂടല് ഓന്റെ വീട്ടിൽ കൂടലാന്ന്. അന്ന് ഞാൻ പറഞ്ഞ 55-ന്റെ ഒരു TV ഇല്ലേ, 55-ന്റെ അതൊന്ന് കൊടുത്തു വിടണേ. മറ്റേ ഇപ്പം യുദ്ധമെല്ലാം പ്രമാണിച്ചിട്ട് മറ്റേ മാളിലെങ്ങാനും എല്ലാ ക്ലിയറൻസ് സെയിലും നടക്കുന്നുണ്ടാ. നീ 55-ന്റെ തന്നെ കൊടുത്തേക്കണം, കാരണം ഞാനിവിടെ എല്ലാവരോടും പറഞ്ഞും പോയി കേട്ടാ. ആ എന്നാ 55 ഇഞ്ചാക്കണ്ട, 110 തന്നെ ആയിക്കോട്ടെ. 110-ന്റെ അവിടെ 110-ന്റെ ആവുമ്പോ നമുക്ക് മറ്റേ കസ്റ്റംസില് മറ്റേ ഡ്യൂട്ടി കെട്ടേണ്ടി വരുമോ? ആ പൈസയും കൂടെ ഞാൻ തന്നെ അയച്ചിടാ നായി. എനിക്ക് കുപ്പി വേണം, TV വേണം, ഫോണ് വേണം, നിന്റെ അച്ഛന് തടവാൻ വേണ്ടി കോടാലി തൈരും വേണം, അമ്മക്ക് പാൽപ്പൊടി, പെങ്ങളെ കുട്ടിക്ക് ചോക്ലേറ്റ് വിളിച്ചിട്ടുണ്ടെങ്കിൽ മോനായിരുന്നു മോന്. ഇതിന്റെ ഇടക്ക് 55-ന്റെ TV ഞാൻ അയച്ചു കൊടുക്കണെന്ന് തന്നെ. ചങ്ങായ പോലും ചങ്ങായി 10 രൂപക്ക് ഉപകാരമില്ലാത്ത ചങ്ങായി. വെറുതെ കരഞ്ഞ് തെണ്ടിക്കെല്ലാം വേണ്ടിട്ട് വെറുതെ കരഞ്ഞ.